ഒരാൾക്ക് നിസ്കരിക്കുമ്പോൾ 2 റക്അത്താ 3 റക്അത്താന്ന് സംശയം വന്നു. എന്താ കുഴപ്പം? ആ കുറഞ്ഞ റക്അത്ത് കൊണ്ട് ഉറപ്പിച്ചിട്ട് അടുത്ത റക്അത്ത് അയാൾ നിസ്കരിക്കണം, അവസാനം സഹവിന്റെ സുജൂദ് ചെയ്യണം. അങ്ങനെയാണ് അതിന്റെ ഹുക്കം. സുബഹി നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് സംശയം വന്ന് 2 റക്അത്ത് 2 ആയതാ 3 1 ആയതാ, 1 റക്അത്ത് ആയതാ 2 റക്അത്ത് ആയതാ, എന്തായാലും 1 ആയെന്ന് ഉറപ്പല്ലേ, രണ്ടാമത്തതല്ലേ സംശയം. അശ്ശക്കുൽ മഅദൂം, സംശയത്തിന്റെ വിലയില്ല, അതിനെ ഒഴിവാക്കി വീണ്ടും നീ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ അത് 3ാമത്തെ റക്അത്ത് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംശയമില്ലേ നിങ്ങൾക്ക്? ളുഹൂർ നിസ്കാരം 4 റക്അത്ത് നിസ്കരിച്ചു, 4ാമത്തെ റക്അത്തിലായപ്പോ സംശയം 4ാമത്തേതാ 3ാമത്തേതാ. ഈ 4ാമത്തെ റക്അത്തിലെ സംശയം 3 ആയി ഉറപ്പല്ലേ, അപ്പൊ 3 തന്നെ വെക്കണം, വീണ്ടും 4ാമത്തെ റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ അത് 5ാമത്തെ റക്അത്ത് ആയിരിക്കാനും സാധ്യതയുണ്ട്. നിസ്കാരം ബാത്തിലാവില്ല, സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. പക്ഷെ ഒരു ഇമാമിന്റെ ഭാഗത്തിൽ അത് സംഭവിച്ചപ്പോൾ ബാക്കിലുള്ള മഅ്മൂമികൾ ബോധമുള്ള ആളാണെങ്കിൽ ഉറപ്പുണ്ടാവും ഇത് 5ാമത്തെ റക്അത്ത് എന്റെ ഇമാമിനെ ചെയ്യുന്നത്. അപ്പൊ ഇമാമിന്റെ നല്ലൊരു ഇശാറത്താക്കി സുബ്ഹാനല്ലാഹ്, നല്ലൊരു തസ്ബീഹ് പറഞ്ഞ് ഇമാമിനൊന്ന് ഉണർത്തി. അപ്പൊ ഇമാമിനത് ബോധ്യപ്പെട്ടില്ല. അപ്പൊ ഇമാം ആ റക്അത്ത് നിസ്കരിക്കും, അതങ്ങനെ തന്നെ ചെയ്യേണ്ടത് കൂടിയാണ്. ഇമാമിന്റെ ബോധ്യപ്പെട്ടെങ്കിൽ ഇരിക്കും, ബോധ്യപ്പെട്ടില്ല ഇമാം 5ാമത്തെ റക്അത്ത് നിസ്കരിച്ചു, മഅ്മൂമികൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ഇമാമിന്റെ ഞാൻ വിട്ടുപിരിയുന്നു, മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് തഹിയ്യത്തിലിരിക്കാൻ. ഞങ്ങളുടെ ഖതീബ് ഉസ്താദ് എനിക്ക് ബേജാറായില്ല. അല്ലെങ്കിൽ ഒരു കാദിയാർച്ച വന്ന് കാദിയാർച്ച ഇമാമത്തിൽ കാദിയാർച്ച റക്അത്ത് ഒന്ന് അധിക എക്സ്ട്രാ റക്അത്തിലേക്ക് എണീച്ചു, കാദിയാറല്ലേ ഞാൻ എനിക്ക് ബേജാറ്. അതില്ല, അയാളുടെ നിസ്കാരം ബാത്തിലാകുന്നില്ല, മുഫാറഖത്ത് നിർബന്ധമാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിനോട് ആര് എതിരാകുന്ന, അത് നമ്മുടെ നേതാക്കന്മാരാണെങ്കിലും നമുക്ക് ആ പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റൂല. ആ പ്രവൃത്തി നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല.